ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിലെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ അമ്പാടി നമ്മുടെ പത്മനെ കാണാൻ വേണ്ടി ആ ഒരു മഠത്തിലേക്ക് വന്നിരിക്കുക കേട്ടോ. പത്മയുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പത്മ പറയണ്ടേ, ഇല്ല ഇല്ല അമ്പാടി ചേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ അമ്പാടി ചേട്ടൻ്റെ കൂടെ വരുന്ന പ്രശ്നമില്ല, എനിക്ക് വയ്യ ഇനി ഒരു അപകടത്തിൽ ചെന്ന് ചാടാനായിട്ട്. ഇതിൽ കൂടുതൽ ഇനി എന്ത് അപകടം സംഭവിക്കാനാ പത്മേ? നീ എന്തൊക്കെയാ ഈ പറഞ്ഞു വരുന്നത്? ഇപ്പൊ സംഭവിച്ചതൊക്കെ അപകടം തന്നെയല്ലേ, നീ ഒന്നും പേടിക്കൊന്നും വേണ്ട, നീ എന്റെ കൂടെ വരാൻ നോക്ക്. ഇല്ല ഞാൻ വരില്ല, അഞ്ജലി ചേച്ചി ഇല്ലാതെ ഞാൻ വരില്ല, എവിടേക്കും ഇല്ല. അമ്പാടി ചേട്ടന് ഓർമ്മയുണ്ടല്ലോ, അഞ്ജലി ചേച്ചിയുടെ പറയാതെ ഞാനന്ന് തപാൽ ഓഫീസിൽ പോയിണ്ടായിരുന്ന സംഭവങ്ങൾ, കാർത്തികിന്റെ കൂട്ടുകാർ അവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ. അതുകൊണ്ട് ഇനി എവിടെ പോയാലും ഞാൻ അഞ്ജലി ചേച്ചിയുടെ ചോദിച്ചിട്ടേ അവിടേക്ക് വരുള്ളൂ. അയ്യോ എന്റെ പത്മ, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, നീ പക്ഷെ സിറ്റുവേഷൻ മനസ്സിലാക്കണം. ഞാൻ എന്ത് സിറ്റുവേഷൻ മനസ്സിലാക്കുന്ന പറഞ്ഞത്? അഞ്ജലി ചേച്ചിക്ക് തിരക്കാണെന്നോ? എല്ലാ ദിവസവും ഓരോ പ്രാവശ്യം അഞ്ജലി ചേച്ചി എന്നെ വിളിക്കുന്നതാ, ഇപ്പോഴാണെങ്കിൽ വിളിക്കുന്ന പോലുമില്ല. അത് അഞ്ജലിക്ക് തിരക്കായതുണ്ടാകും. എന്ത് തിരക്ക്? അഡ്വക്കേറ്റ് അഞ്ജലിക്ക് കേസ് കുന്നുകണക്കിന് കേസ് കെട്ടിക്കിടക്കുന്നല്ലോ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അഞ്ജലിച്ചിനെ വിളിച്ച ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അർജുൻ ചേട്ടനും ഇപ്പൊ ഫോൺ ഒന്നും എടുക്കുന്നില്ല. ആർക്കും ഇപ്പൊ എന്റെ കാര്യത്തിൽ ഒരു ഇതുമില്ല. അയ്യോ നീ അങ്ങനെ വിചാരിക്കല്ലേ, അവിടുത്തെ കാര്യങ്ങളൊക്കെ നീ മനസ്സിലാക്കാത്തോണ്ടാ. സത്യം പറയാൻ പഠിച്ചേട്ടാ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അഞ്ജലി ചേച്ചിക്കോ അർജുൻ ചേട്ടനോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കഴിഞ്ഞ ദിവസം ഫോൺ ചെയ്തപ്പോ അമ്പാടി ചേട്ടൻ എന്തോ പറയാൻ വേണ്ടി എന്റെ അടുത്ത് വന്നിരുന്നു. ആ സമയത്ത് ഫോൺ വെച്ചത് പറയാൻ പഠിച്ചേട്ടാ, അവിടെ എന്താ പ്രശ്നം? ശരിക്കും പറയാൻ പഠിച്ചേട്ടാ. ഇത് കേൾക്കുന്ന അമ്പാടി കുറച്ചൊരു ആലോചിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് നാട്ടിലെത്തിയിട്ട് പറയാന്നാണ് വിചാരിച്ചത്, പക്ഷെ നീ ഇപ്പൊ ഇത്രയൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ ബാക്കി കൂടി പറയാം. പറയാൻ പഠിച്ചിട്ട് എന്താ പ്രശ്നം? അഞ്ജലി ചേച്ചിക്കും അർജുൻ ചേട്ടനൊക്കെ എന്ത് സംഭവിച്ചു പറ. അത് പിന്നെ അർജുന്റെയും അഞ്ജലിയുടെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞോ? എപ്പോ? എങ്ങനെ? അവര് വീട്ടുകാരൻ വിവാഹം നടത്തി കൊടുത്തോ അത് വിളിച്ചോട്ട് പോയി വിവാഹം കഴിച്ചോ? പറയാൻ പഠിച്ചേട്ടാ. അയ്യോ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. നീ ഇങ്ങനെ സന്തോഷിക്കുന്നതിന്റെ കാര്യം എന്താ? പിന്നെ നമ്മളൊക്കെ എത്ര ആഗ്രഹിച്ചതാ അവരുടെ വിവാഹം കഴിയാനായിട്ട്. ഇപ്പൊ വിവാഹം കഴിഞ്ഞല്ലോ, ഒന്ന് വിശദമായിട്ട് പറയാൻ പഠിച്ചേട്ടാ. എന്റെ പത്മേ, ഞാൻ പറഞ്ഞത് നീ ഒന്ന് മുഴുവനായിട്ട് കേക്ക്. അവരുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ്, പക്ഷെ പെണ്ണിനും ചെറുക്കനും ഇഷ്ടപ്പെടാത്ത ഒരു വിവാഹമാണ് കഴിഞ്ഞത് എന്ന് പറയാണ്. ഇഷ്ടപ്പെടാത്ത വിവാഹമോ? അതെ, അതായത് എന്ന് പറഞ്ഞിട്ട് നടന്ന സംഭവങ്ങളൊക്കെ പത്മ എടുത്ത് തുറന്നു പറയാണ് അമ്പാടി. അന്ന് അമ്പാടിയും പത്മയും അഞ്ജലിയും അർജുനും കൂടി ഓടിയ സമയത്ത് അർജുനെയും അഞ്ജലിനെയും പുറകെ ആൾക്കാർ വന്നപ്പോഴേക്കും അവർ ആ സ്വയംവരം നടക്കുന്ന ആ സ്ഥലത്തേക്ക് കയറി പോവുകയും അവിടെ വിവാഹം കഴിക്കുകയും ചെയ്തതും, അതിനുശേഷം അഞ്ജലിനെ വീട്ടിൽ നിന്ന് താലിമാല പിടികൂടി അവിടുന്ന് കെട്ടും പാണ്ടൊക്കെ എടുത്ത് പുറത്തേക്ക് ആക്കിയതും, അർജുൻ അവിടുന്ന് അഞ്ജലിനെയും കൂട്ടിക്കൊണ്ട് ശംഖുചക്രത്തിലേക്ക് വന്നതും, രാഘവനുണ്ണി ഇനി മുതൽ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ സ്ഥാനം അഡ്വക്കേറ്റ് അഞ്ജലിയുടെ സ്ഥാനം കോടതി വരാന്തയിലല്ല, ഇവിടുത്തെ അടുക്കള വരാന്തയിലാണ് എന്ന് പറഞ്ഞ സംഭവങ്ങളെല്ലാം തന്നെ അമ്പാടി പത്മ എടുത്ത് പറയാട്ടോ. ഇത് കേൾക്കുന്ന പത്മ പൊട്ടിക്കറിയാണ്. പാവം അഞ്ജലി ചേച്ചി, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ, പാവം. അതെ, അതന്നെയാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. പിന്നെ നീ വിഷമിക്കരുത്, ഞാൻ നിന്നോട് വേറൊരു കാര്യം കൂടി പറയാം. എന്താ പഠിച്ചേട്ടാ? ഇനി അഞ്ജലിക്ക് നിന്റെ കേസ് വാദിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ അങ്ങനെ? എന്റെ പത്മേ, നീ എന്റെ കൂടെ നാട്ടിലേക്ക് വാ, നമുക്ക് വേറൊരു വക്കീലിലേക്ക് പോയി കാണാം, എന്നിട്ട് ഈ കേസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അതെന്താ എന്റെ കേസ് വാദിക്കാത്തത്? അത് നിനക്ക് ആലോചിച്ചൂടെ? അഡ്വക്കേറ്റ് അഞ്ജലി അഡ്വക്കേറ്റ് രാഘവനും ഇപ്പൊ ഒരു വീട്ടിലെയാണ്. അഡ്വക്കേറ്റ് രാഘവന്റെ മരുമകളാണ് അഞ്ജലി. അപ്പൊ അവര് കേസ് വാദിക്കുന്ന സമയത്ത് രണ്ടുപേരും എതിർഭാഗത്ത് നിന്നിട്ട് കേസ് വാദിക്കോ? അങ്ങനെ വാദിച്ചു കഴിഞ്ഞാൽ അർജുന്റെയും അഞ്ജലിയുടെ ജീവിതത്തിൽ എന്തുമാത്രം പ്രശ്നം ഉണ്ടാവുന്നു നീ ആലോചിച്ച് നോക്ക്. ഇതൊന്നും അവരെന്നോട് പറഞ്ഞതല്ല, നമുക്ക് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. എന്തിനാ അവരുടെ കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് പത്മ എടുത്ത് ചോദിക്കുകയാണ് അമ്പാടി. ഇതെല്ലാം കേട്ടുകൊണ്ട് ആ മദർ പുറകെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്പാടി പറയണ്ട്, അതാ ഞാൻ നിന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നീ ഒന്ന് അനുസരിക്ക് പത്മേ, നീ എന്റെ കൂടെ വരാൻ നോക്ക്, എനിക്ക് അത്ര മാത്രം നിന്നോട് പറയാനുള്ളൂ. വെറുതെ നീ കാരണം അവരുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് അമ്പാടി അവിടെ നിന്ന് പോവാണ്. പത്മ കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിൽക്കുവാട്ടോ. അവിടേക്ക് മദർ വരുന്നുണ്ട്. മദർ പത്മ എടുത്ത് പറയണ്ട്, നിങ്ങൾ സംസാരിച്ചത് മുഴുവനായിട്ട് ഞാൻ കേട്ടില്ല, പക്ഷെ അവിടെ നിന്ന് ഇവിടുന്ന് കേട്ടു. ആ പയ്യൻ പറഞ്ഞതിലും കാര്യമൊക്കെ ഉണ്ട്. അവൻ പറഞ്ഞതും കാര്യമായിട്ടുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അഡ്വക്കേറ്റ് അഞ്ജലി ഇപ്പൊ രാഘവനുള്ള മരുമകളാണെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും കൂടി കോടതിയിൽ പോയിട്ട് പരസ്പരം വാദിച്ച് ജയിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല, അത് അവരുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കും. ഈ പറയുന്ന അഡ്വക്കേറ്റ് അഞ്ജലിയുടെയും അർജുന്റെയും ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്തിനാ അവരുടെ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നത്? അതുകൊണ്ട് നീ ആലോചിച്ചൊരു തീരുമാനം എടുക്കുക പത്മേ. പിന്നെ വേറൊരു കാര്യം, ഇനി നിന്നെ അധിക ദിവസം ഇവിടെ നിർത്താൻ പറ്റില്ല, 2-3 ദിവസം അതിനുള്ളിൽ നിനക്ക് ഇവിടെ നിന്ന് പോവേണ്ടി വരും എന്ന് മദർ പത്മ എടുത്ത് പറയണ്ട്. പത്മ ആകെ ധർമ്മസങ്കടത്തിൽ വിഷമിച്ചുകൊണ്ട് അവിടെ തന്നെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത്
നമ്മുടെ കുഞ്ഞപ്പനെയും മധുവിനെയൊക്കെ ആട്ടോ അവര് നമ്മുടെ ആര്യനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്നിരിക്കുക. ഭാഗ്യം ആ താടക ഇല്ലെന്ന് തോന്നുന്നു എന്ന് കുഞ്ഞപ്പൻ പറയുമ്പോഴേക്കും മധു പറഞ്ഞിട്ട് അതെ കാണുന്നില്ല. അന്നേരം നമുക്ക് ആര്യടുത്ത് കാര്യം പറഞ്ഞിട്ട് വരാം. എന്നിവിടെ ആര്യനെ കാണാൻ വേണ്ടി അകത്തേക്ക് പോകാൻ പോകുമ്പോഴേക്കും വരാന്തൽ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറാൻ പോകുമ്പോഴേക്കും ഇന്ദിര അവിടെ തുണി എടുത്തോണ്ടിരിക്കുകയായിരിക്കട്ടെ. അതെ നിക്ക് നിങ്ങൾ എവിടേക്കായി ഉന്തി തള്ളി പോണത്? എവിടെ ഉണ്ടായിരുന്നോ? പിന്നെ ഉണ്ടാവാതെ എവിടേക്കാണ് നിങ്ങൾ പോണത്? അത് ഞങ്ങൾ ആര്യനൊന്ന് കാണാൻ വേണ്ടി. ആര്യക്ക് നല്ലൊരു അവസരം കേട്ടിട്ടുണ്ട് പാട്ടുപാടാൻ. സിനിമയിലൊക്കെ വലിയ പാട്ടെടുക്കുന്ന ഒരാളാ. സത്യോടെ കുഞ്ഞപ്പ? അതേന്നേ സത്യോ? അയ്യോ കഷ്ടമായി പോയല്ലോ. അതെന്താ? അതെ ആര്യ പാട്ട് നിർത്തിയെന്നോ? അപ്പോഴേക്കും ആര്യ വരാന്തയിലേക്ക് വരുന്നു കേട്ടോ. അതെ അവൾ എന്നോട് പറഞ്ഞു അവൾ ഇനി പാട്ടും കൂത്തിനും ഒന്നുമില്ലെന്ന്. എന്ത് ചെയ്യാനാ? അല്ല നിന്റെ ഫ്രണ്ട് സിനിമയിലൊക്കെ പാടുന്ന ആളാണോ? അയ്യോ എന്റെ ഫ്രണ്ടിന്റെ ഒരു പരിചയത്തിലൊരു സംഗീത സംവിധായകനാ. അയാൾ ഈ പ്രാവശ്യം ചിങ്ങത്തിന് ഒരു ആൽബം എടുക്കുന്നുണ്ട്, പൊൻപുലരി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആൽബത്തിൽ ഒരു പാട്ട് നമ്മുടെ ആര്യനെ കൂടെ പാടിപ്പിക്കണം. അത് കൊള്ളാലോ, സൂപ്പർ, കലക്കി. എന്തായാലും ആരെടുത്ത് പാട്ട് പാടാൻ വേണ്ടി പറ. പിന്നെ വെറുതെ എന്റെ മോള് പാട്ടൊന്നും പാടില്ല കേട്ടോ, നല്ല പ്രതിഫലം കിട്ടണം. ഒരു 25,000 രൂപയെങ്കിലും. അമ്മായി എന്തൊക്കെയാ പറഞ്ഞത്? 25,000 രൂപയോ ഒരു പാട്ട് പാടാനോ? അതെന്താണ് 25,000 രൂപക്ക് ഒരു പാട്ട് പാടാൻ എന്താ കുഴപ്പം? അതെ എന്റെ മോളെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ താരം. അവളൊരു പാട്ട് പാടി സോഷ്യൽ മീഡിയയിൽ ഇട്ടാലേ ലൈക്കും കമന്റൊക്കെ ലക്ഷക്കണക്കിന് പോലും, ലക്ഷക്കണക്കിന്. അത് നിനക്കറിയാവോ? അതുകൊണ്ട് എന്റെ മോള് പാടണമെങ്കിൽ 25,000 രൂപ വേണം. പിന്നെ ആര്യയുടെ കൂട്ടുകാരല്ലേ നിങ്ങള്, അതുകൊണ്ട് ഞാൻ കുറച്ചിരിക്കുന്നു. 20,000 രൂപ. അതെ 20,000 രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ആര്യ പാടുള്ളൂ, അല്ലെങ്കിൽ കുഞ്ഞപ്പനും കമ്പനിക്കാരും ഇവിടെ നിന്ന് പോവാൻ നോക്ക് എന്ന് പറയുമ്പോ ആര്യ പറഞ്ഞ എന്റെ അമ്മ ഒന്നും മിണ്ടാതിരിക്കെ എന്ന് പറയാണ്. അത് കൊള്ളാലോ, നീയല്ലേ പറഞ്ഞത് പാട്ട് പാടുന്നില്ല അതാണ് ഇതാണെന്നൊക്കെ. അപ്പൊ കുഞ്ഞപ്പൻ പറയണ്ട് അമ്മായി കൂടി വന്ന ഒരു 10,000 5,000 കിട്ടും. 5,000 ഉലുവയോ? അത് നീ പോയിട്ട് നിന്റെ സംവിധായകന്റെ വായ തന്നെ കൊണ്ട് തിരികടാ. എന്റെ മോള് പാടണമെങ്കിൽ 20,000 രൂപ വേണം. അതിൽ കുറഞ്ഞത് ഒരു ഡീലിങ്ങിനും ഞാൻ തയ്യാറല്ല. കേട്ടലോടി എന്ന് പറയുമ്പോഴേക്കും ആര് വേണം? അമ്മേ എന്ത് കമ്മേ, ഞാൻ പറഞ്ഞത് തന്നെ നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇന്ദിര അകത്തേക്ക് പോവാണ്. ആ സമയത്ത് ആര്യ കുഞ്ഞപ്പനോടും മധുവിനോടൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ അമ്മയുടെ മുമ്പിൽ ഇതൊക്കെ പറയാനായിട്ട്? ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മയുടെ മുമ്പിൽ ഇതൊന്നും പറയരുതെന്ന്. അല്ല എപ്പോഴാ ഡേറ്റ്? ഈ മാസം 12-ാം തീയതി. ശരി 12-ാം തീയതി എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞ് ഞാനിവിടെ നിന്ന് ഇറങ്ങാം. ഓക്കെ ഡീൽ എന്ന് എല്ലാവരും കൈ കൊടുക്കാണ്. അതിനുശേഷം പിന്നീട് കാണിക്കേണ്ടത് നമ്മുടെ അഞ്ജലിനെയായിട്ട്. രാത്രി ആകുമ്പോഴേക്കും അഞ്ജലി എന്തൊക്കെയോ ആലോചിച്ചിരിക്കുമ്പോ ആര്യ മൊബൈലിലേക്ക് വിളിക്കുന്നുണ്ട്. ഹലോ അഞ്ജലി. ആര്യേച്ചി പറ. ആര്യേച്ചി നിനക്ക് അവിടെ സുഖമാണോ ചോദിക്കുന്നില്ല. അവിടെ എന്തുമാത്രം ടെൻഷനും പ്രശ്നങ്ങളും ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നീ പിടിച്ചു നിന്നേ പറ്റൂ. നോക്ക് നിനക്ക് കയറിച്ചില്ല, ഇനി ഒരു വീടില്ല, നിനക്ക് സെക്കൻഡ് ചോയ്സ് ഇല്ല. പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി ചേച്ചി. ഞാനിപ്പോ വിളിച്ചത് പത്മയുടെ കാര്യം പറയാനാ. പത്മയുടെ കാര്യോ? ഒരു സെക്കൻഡ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അഞ്ജലി പുറത്തേക്ക് ഇറങ്ങാം. പത്മയുടെ എന്ത് കാര്യം? അതെ പത്മയുടെ കാര്യത്തിൽ നീ ഒരു തീരുമാനം എടുക്കണം. എനിക്കറിയാം ചേച്ചി, ഞാനൊരു തീരുമാനം എടുക്കാം. ഞാൻ ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട് എന്ന് അഞ്ജലി ഇങ്ങനെ പറയാണ്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ പെട്ടെന്ന് അനുപമ പുറകെ വന്നിട്ട് എടി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ അഞ്ജലി പറയുന്നുണ്ട് ആര്യേച്ചി ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. ആര്യ മനസ്സിൽ വിചാരിക്കണം പാവം അഞ്ജലി, അവൾക്കൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്ന് ആര്യ മനസ്സിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ നിൽക്കാട്ടോ. അനുപമ അടുത്ത് വന്ന് പറയണ്ടേ എടി നീ എന്താണ് ഈ സംസാരിച്ചോണ്ടിരിക്കണത്? അവള് കേസും കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുക. എടി ഇവിടെ ജീവിക്കുമ്പോ ഇവരുടെ ഇഷ്ടത്തിന് ജീവിക്കണം, പറഞ്ഞത് മനസ്സിലായോടി എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി ചിരിച്ചോണ്ട് പറയണ്ട് അതെ എന്റെ ഭർത്താവിന് എന്നെ വേണം, നിന്നെ പോലെയല്ല. മനസ്സിലായോ? നിന്റെ ഭർത്താവ് എത്ര ലക്ഷം ഇറങ്ങിപ്പോന്ന് പറഞ്ഞിട്ടും എന്നെ സ്വീകരിക്കണം, എന്നെ കൈവിടലേ എന്ന് പറഞ്ഞിട്ട് ഭർത്താവിന്റെ കാല് പിടിക്കുന്ന നീയാണോടി എന്നെ ഉപദേശിക്കാൻ വേണ്ടി വരുന്നത്? നീ പോടി, നിന്റെ പണി നോക്ക്. പിന്നെ ഞാൻ ഇവിടെ കഴിയുന്നത് എന്റെ ഭർത്താവിന് വീട്ടില, എന്റെ ഭർത്താവിന്റെ ചിലവില്. മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലി ഉരുള കുപ്പേരി പോലെ മറുപടി പറയുമ്പോഴേക്കും അനുപമ അഞ്ജലിനെ തല്ലാൻ വേണ്ടി കൈ ഓങ്ങുന്നുണ്ട്. അത് തടയുന്നുണ്ട് അഞ്ജലി. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.